എങ്കിലും ദൈവം ഒരേ സമയത്ത് തന്നെ കോടാനുകോടി ജനത്തെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. And this vision or his understanding about our life is totally different from how human being understand about us. മനുഷ്യജീവികൾ എപ്രകാരം നമ്മെ മനസ്സിലാക്കുന്നതും പാടേ വ്യത്യസ്തമാകുന്നു. അവന്റെ ദർശനവും അവന് നമ്മെക്കുറിച്ചുള്ള വീക്ഷണവും. Not only just simply he looks upon our life. അവൻ നമ്മുടെ ജീവിതത്തെ വെറുതെ നോക്കി കാണുകയല്ല. And when he looks upon our life, he weighing how our thoughts are. നമ്മുടെ ചിന്തകൾ എപ്രകാരമെന്ന് അവൻ നമ്മെ നോക്കുമ്പോൾ അവൻ തൂക്കി നോക്കുന്നു. And every thoughts, every imaginations, every desires, everything comes into his balance. ഓരോ ചിന്തകളും ഓരോ ആഗ്രഹങ്ങളും ഓരോ അഭിലാഷങ്ങളും ഒക്കെയും അവന്റെ ആ ത്രാസിൽ കടന്നു വരുന്നു. Whether it is literal or spiritual or financial, family or for future, but everything comes into his weighing machine. അക്ഷരികമായോ ശാരീരികമായോ സാമ്പത്തികമായോ എന്ത് തന്നെ കാര്യമായാലും അതൊക്കെയും അവന്റെ തുലാസിൽ കടന്നു വരുന്നു. He knows the intention and the ideas and whatever things in our heart and mind. നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലുമുള്ള ആശയങ്ങളും നിരൂപണങ്ങളും ഒക്കെയും അവൻ മനസ്സിലാക്കുന്നു. In Psalms 11:4 when we read, 11ാം സങ്കീർത്തനം അതിന്റെ 4ാം വാക്യം നാം വായിക്കുമ്പോൾ, here David says, ഇവിടെ ദാവീദ് ഇപ്രകാരം പറയുന്നു, his eyes behold, his eyelids try the children of man. അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു, അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. His eyes not only looks, it tries every human being how his life is. അവന്റെ കണ്ണുകൾ വെറുതെ നോക്കുക മാത്രമല്ല, ഓരോ മനുഷ്യജീവിയും എപ്രകാരമായിരിക്കുന്നു എന്ന് അവന്റെ കണ്ണ് ശോധന ചെയ്തു നോക്കുന്നു. We are not looking him as he is having fiery eyes. We simply think, oh my God, he is loving, he will ignore this, ignore that. അഗ്നിജാലക്യത്ത കണ്ണുള്ളവനായി നാം ഒരിക്കലും നമ്മുടെ ദൈവത്തെ നോക്കുന്നില്ല. നാം ചിന്തിക്കുന്നത് അവൻ ഇതൊക്കെയും കാണുന്നില്ല, ഇതൊക്കെയും മറന്നു കളയുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെയും കണ്ണടച്ച് കളയുന്നു. This glorified Christ even today with this sight he is looking unto his people. തേജസ്കരിക്കപ്പെട്ടവനായ ക്രിസ്തു ഈ കാഴ്ച കൊണ്ടാകുന്നു ഇന്നും തന്റെ ജനത്തെ നോക്കി കാണുന്നു. Therefore great man Moses in his psalm he praised God like this. അതുകൊണ്ട് വലിയ മനുഷ്യനായ മോശെ തന്റെ സങ്കീർത്തനത്തിൽ താൻ ഇപ്രകാരം ദൈവത്തെ സ്തുതിക്കുന്നു. Psalms 90, this is the psalm of Moses, the man of God. 90ാം സങ്കീർത്തനം ഇത് ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന. And in 8th verse he says, അതിന്റെ 8ാം വാക്യത്തിൽ അവൻ പറയുന്നു, Thou hast set our iniquities before thee, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും and secret sins in the light of thy countenance. ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. There God sets our iniquities, എവിടെയാകുന്നു ദൈവം നമ്മുടെ അകൃത്യങ്ങളെ വെച്ചിരിക്കുന്നത്, and our secret sins, നമ്മുടെ രഹസ്യ പാപങ്ങൾ. it may be one, അത് ഒന്നായിരിക്കും, or it may be few, അത് ചിലതായിരിക്കും, or it may be very small in size, അത് കാഴ്ചയിൽ വളരെ നിസ്സാരമായിരിക്കാം, or we may ignore it once and again, നാം അതിനെ വീണ്ടും വീണ്ടും അവഗണിച്ചേക്കാം. or we may think who is without such type of shortcomings or errors, ഇങ്ങനെയുള്ള കുറവുകളില്ലാത്ത ആരുണ്ട് എന്ന് നാം പറഞ്ഞേക്കാം. but he sets that in his sight of his countenance. എങ്കിലും അതൊക്കെയും അവൻ തന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു. And how bright it is, like a shine out of shining in his brightness. In that brightness he is keeping our iniquities and our shortcomings. അവന്റെ മുഖത്ത് ശോഭയേറിയ പ്രകാശമാകുന്നു, അവിടെയാകുന്നു അവൻ നമ്മുടെ അകൃത്യങ്ങളും രഹസ്യ പാപങ്ങളും ഒക്കെയും വെച്ചിരിക്കുന്നത്. Therefore in Proverbs it is written, he pondereth our hearts and minds. അതുകൊണ്ടാവുന്നു സദൃശവാക്യത്തിൽ അവൻ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ആരാഞ്ഞ് അറിയുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. In 21st proverb when we read, 21 സദൃശവാക്യം 21 നാം വായിക്കുന്നു, every way of man is right in his own eyes, മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു, but the Lord pondereth the hearts. യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. Our God not simply look unto us, he pondereth our hearts. നമ്മുടെ ദൈവം വെറുതെ നമ്മെ നോക്കി കാണുകയല്ല ചെയ്യുന്നത്, അവൻ നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. That's why in 17:3 when we read, അതുകൊണ്ട് 17:3 നാം വായിക്കുന്നു, and here the finding pot is for silver and the furnace for gold, but the Lord trieth the hearts. വെള്ളിക്ക് പുടം, പൊന്ന് മൂശ, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനോ യഹോവ. Yes, God, he tries our heart too. അതെ, നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. And like that we can read so many other verses too. അതുപോലെ മറ്റനേക വാക്യങ്ങളെ നമുക്ക് വായിപ്പാൻ കഴിയും. Even in 15:11 when we read, 15:11 നാം വായിക്കുന്നു, hell and destruction are before the Lord, how much more the hearts of the children of men. പാതാളവും നരകവും യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു, മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്രയധികം. So whatever hiding in our life, what is hiding in our heart, that he knows very well,
more than anyone else. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്നത് എന്തു തന്നെയായാലും മറ്റാരേക്കാളും അധികമായി അവൻ നന്നായി അത് അറിയുന്നു. And not only that, അത് മാത്രമല്ല, from before the foundation of the world, he is watching our life. That is one of the wonderful thing we have to understand. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവൻ നമ്മുടെ ജീവിതത്തെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അത് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും അത്ഭുതകരമേറിയ ഒരു കാര്യമാണ്. He watches every step. നമ്മുടെ ഓരോ ചുവടുകളും അവൻ നോക്കുന്നു. He counts every step of our life. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചുവടുകളും അവൻ എണ്ണുന്നു. Before word proceed out of our mouth, he watches that. ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് അത് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. And David says, he knows my down sitting and uprising. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ അറിയുന്നു എന്ന് ദാവീദ് പറയുന്നു. And before him there is nothing is hidden. അവന്റെ മുൻപിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. Such a great God is our God. അപ്രകാരമുള്ളൊരു മഹാദൈവമാകുന്നു നമ്മുടെ ദൈവം. And another one speciality about New Testament saints, പുതിയ നിയമ വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത, about Old Testament people, God had not a special purpose even from before the foundation of the world. പഴയ നിയമ വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം God had no plan even from before the foundation of the world. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവരുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല. But about us, it is clearly written, he had a plan from before the foundation of the world. എങ്കിലും നമ്മെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. നമ്മുടെ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നമ്മെക്കുറിച്ച് വ്യക്തമായൊരു പദ്ധതി ദൈവത്തിന് ഉണ്ടായിരുന്നു. In the book of 1 Samuel, when we read, 1 ശമൂവേൽ നാം വായിക്കുമ്പോൾ, here we can read about Saul. ഇവിടെ ശൌലിനെ കുറിച്ച് നാം വായിക്കുന്നു. And God appointed him as a king. ദൈവം തന്നെ ഒരു രാജാവായി നിയമിച്ചു. It was not his plan. അത് അവന്റെ പദ്ധതിയായിരുന്നില്ല. When people asked him, that time only he made that plan and he gave Saul as king over them. ജനം അവനെക്കുറിച്ച് രാജാവിനെ ചോദിച്ചപ്പോഴാകുന്നു അപ്പോഴാകുന്നു ശമൂവേൽ വഴി ശൌലിനെ രാജാവാക്കിയത്. But as soon as he became king, he became very proudful. എങ്കിലും അവൻ രാജാവായ ഉടനെ തന്നെ അവൻ വളരെ നിഗളിയായി He തീർന്നു. began to disobey God. അവൻ ദൈവത്തെ അനുസരിക്കാതിരിപ്പാൻ തുടങ്ങി. And instead of destroying Amalekites, he kept them back. അമാലേക്കരെ നശിപ്പിച്ചു കളയേണ്ടതിന് പകരമായി അവൻ അവരെ ജീവനോട് ശേഷിപ്പിച്ചു. And as a result, he had to lose his kingdom. അത് നിമിത്തമായി തന്റെ രാജ്യത്വം തനിക്ക് നഷ്ടപ്പെടേണ്ടതായി In വന്നു. his very second year of his reign, the judgment came upon him. God has rejected you from kingship. അവന്റെ രണ്ടാം ആണ്ടിൽ തന്നെ അവനെക്കുറിച്ചൊരു ന്യായവിധി പുറപ്പെടുവിപ്പാൻ ഇടയായി. ദൈവം നിന്റെ രാജ്യത്വത്തിൽ നിന്ന് നിന്നെ നീക്കിയിരിക്കുന്നു. And it was very painful for him. അത് അവന് വളരെ And it വേദനാജനകമായിരുന്നു. was painful for Samuel too. അത് ശമൂവേലിനും വളരെ But വേദനിപ്പിക്കുന്നതായിരുന്നു. that time God told him, എങ്കിലും ആ സമയത്ത് ദൈവം തന്നോട് പറഞ്ഞു, when we come to 1 Samuel 13 chapter, 1 ശമൂവേൽ അതിന്റെ 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, here the Lord has, 14th verse, the Lord hath sought him a man after his own heart, and the Lord hath commanded him to be captain over his people. See, now he disobeyed, therefore God sought a man. അവൻ അനുസരിച്ചില്ല, അത് നിമിത്തമായി ദൈവം മറ്റൊരുവനെ നിയമിച്ചു. As long as he was obeying God, അവൻ ദൈവത്തെ അനുസരിച്ച കാലത്തോളം and God did not sought a man to keep over his people. ദൈവം തന്റെ ജനത്തിനു മേലെ നിയമിക്കേണ്ടതിന് മറ്റൊരു പുരുഷനെ അന്വേഷിച്ചില്ല. But when he disobeyed, എങ്കിലും അവൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ God sought a man to be according his own heart. അവന് ബോധിച്ച ഒരു പുരുഷനെ ദൈവം അന്വേഷിച്ചു. And in verse 13 when we read, 13-ാം വാക്യം നാം വായിക്കുമ്പോൾ, in the last portion it is written, അതിന്റെ അവസാന ഭാഗത്ത് the എഴുതിയിരിക്കുന്നു, Lord have established the kingdom upon Israel forever, യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. but you disobeyed, എങ്കിലും നീ അനുസരിച്ചില്ല. therefore now this judgment come, he says. അതുകൊണ്ട് ഈ ന്യായവിധി കടന്നു വരുന്നു എന്ന് അവൻ പറയുന്നു. See, God's purpose was not to push him away from that kingship. ദൈവത്തിന്റെ ഉദ്ദേശം എന്നത് അവന്റെ രാജ്യത്തിൽ നിന്ന് അവനെ തള്ളിക്കളയണമെന്നായിരുന്നില്ല. God appointed him with a purpose. Okay, let him be king and let him reign there and let his generation let it continue in this kingdom forever and ever. അവൻ രാജാവായിരിക്കട്ടെ, അവന്റെ രാജ്യത്വം എന്നേക്കും നിലനിൽക്കട്ടെ എന്നൊരു ഉദ്ദേശത്തോടുകൂടിയാകുന്നു ദൈവം അവനെ രാജാവായി നിയമിച്ചത്. But when he disobeyed God, എങ്കിലും അവൻ ദൈവത്തെ അനുസരണക്കേട് കാണിച്ചപ്പോൾ, and that time he made a break. ആ സമയത്ത് അവൻ അതിനൊരു വിഘാതം വരുത്തി. Not only that, അത് മാത്രമല്ല, that time David did not born. ആ സമയത്ത് ദാവീദ് ജനിച്ചിരുന്നുമില്ല. When Saul was rejected, ശൌൽ തള്ളപ്പെട്ടപ്പോൾ, it was just in the second year of his reign. അത് അവന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിലായിരുന്നു. After that, അതിനുശേഷം 38 years he reigned.
38 വർഷം അവൻ ഭരിച്ചു. And 40 years he reigned over the people of Israel in total. ഇസ്രായേൽ ജനത്തിന് മൊത്തമായി താൻ 40 വർഷം രാജാവായി വാഴ്ച നടത്തി. But when David became king, എപ്പോഴാകുന്നു ദാവീദ് രാജാവായത്? when David became king, that time he was just 30 years old. ദാവീദ് രാജാവായപ്പോൾ അവന് വെറും 30 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. When after proclaimed this judgment, 38 years Saul ruled. ഈ ന്യായവിധി പുറപ്പെടുവിച്ചതിന് ശേഷം 38 വർഷം ശൗല് ഭരിച്ചു. How we can understand? എപ്രകാരം അത് മനസ്സിലാക്കുവാൻ കഴിയും? I'm turning to 2 Samuel. 2 ശമൂവേലിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ 5th chapter, 3rd and 4th verse when we read. അതിന്റെ 5-ാം അധ്യായം 3-4 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, All the elders of Israel came to the king of Hebron, and the king David made a legue with them in Hebron before the Lord, and they anointed David king over Israel. ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും ഹെബ്രോനിൽ രാജാവിന്റെ അടുക്കൽ വന്നു. ദാവീദ് രാജാവ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. അവർ ദാവീദിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. David was 30 years old when he began to reign. ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. And he reigned 40 years. അവൻ 40 സംവത്സരം വാണു. By that we can understand, after this judgment, 8 years only David born. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ഈ ന്യായവിധി പുറപ്പെടുവിച്ചതിന് ശേഷം 8 വർഷം കൂടെ കഴിഞ്ഞാകുന്നു ദാവീദ് ജനിക്കുന്നത്. But what is written about him? എങ്കിലും അവനെ കുറിച്ച് എന്ത് എഴുതപ്പെട്ടിരുന്നു? In the book of Acts of Apostles 13 when we read, അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം നാം വായിക്കുമ്പോൾ 13:22, 13:22, and he will be the man according to mine own heart, അവൻ എന്റെ ഹൃദയത്തിനെ ബോധിച്ച ഒരു പുരുഷനായി തീരും. to whom also he gave testimony. എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു, അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. I have found David the son of Jesse, a man after mine own heart, which shall fulfill all my will. ഞാൻ ഈശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു, അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. Before his birth it was told, I have seen a man. അവന്റെ ജനനത്തിന് മുൻപ് തന്നെ ഇപ്രകാരം പറയപ്പെടുന്നു, ഞാൻ ഒരു പുരുഷനെ കണ്ടു. How long before God has seen him? എത്ര മുൻപാകുന്നു ദൈവം കണ്ടത്? 8 years before. 8 വർഷം മുമ്പ്. After that only he born. അതിനുശേഷമാകുന്നു അവൻ ജനിച്ചത്. And 30 years he was there. 30 വർഷം താൻ അവിടെ ഉണ്ടായിരുന്നു. And then he appointed as a king. അതിനുശേഷം അവനെ രാജാവായി നിയമിച്ചു. But about as it is written, എങ്കിലും നമ്മെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, we are chosen in Christ Jesus even before the foundation of the world. നാം ലോകസ്ഥാപനത്തിനു മുൻപ് ക്രിസ്തുയേശുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. About David it is not written, he was chosen even before the foundation of the world. ദാവീദിനെ കുറിച്ച് ലോകസ്ഥാപനത്തിനു മുൻപ് അവനിൽ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് എഴുതിയിട്ടില്ല. About you and me, this great privilege is there. We are chosen in Christ Jesus before the foundation of the എങ്കിലും world. എന്നെയും നിങ്ങളെയും കുറിച്ച് ഈ ഭാഗ്യപദവി എഴുതിയിരിക്കുന്നു, നാം ക്രിസ്തുയേശുവിൽ ലോകസ്ഥാപനത്തിനു മുമ്പേ തെരഞ്ഞെടുക്കപ്പെട്ടവർ. And when he watches upon our life, അവൻ നമ്മുടെ ജീവിതത്തെ നോക്കി കാണുമ്പോൾ, that fire or that flame of fire, that sight or that countenance or that light is always shining round about us. ആ അഗ്നിജ്വാല, ആ മുഖശോഭ എപ്പോഴും നമുക്ക് ചുറ്റും പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. Therefore, in that person's life, from the very birth, trouble starts. അതുകൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ ജനനം മുതൽ തന്നെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. Why a Christian child face more problem? എന്തുകൊണ്ട് ഒരു ക്രിസ്തീയ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നു? More sickness, കൂടുതൽ അസുഖങ്ങൾ, accidents, അപകടങ്ങൾ, and untoward incidents. അതുപോലെ അനർത്ഥങ്ങൾ. Many parents they are asking, only to my child these things are happening. പല മാതാപിതാക്കളും പ്രകാരം ചോദിക്കുന്നു, എന്റെ കുഞ്ഞിന് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? Because the sight or the eyes of God upon the child. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടി ആ കുഞ്ഞിന്റെ മേലിരിക്കുന്നു. While the child is in mother's womb, that time the eye of the Lord is upon that. ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ദൃഷ്ടി അവന്റെ മേലുണ്ട്. As the child grows, the eye of the Lord is upon the child. ആ പൈതൽ വളർന്നു വരുമ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടി അവന്റെ മേലുണ്ട്. Devil easily identify this child is something different. ഈ പൈതൽ ഏതോ വ്യത്യസ്തനെന്ന് പിശാചിന് പെട്ടെന്ന് മനസ്സിലാകുന്നു. And therefore, to make use of every opportunity to harm the child, it tries. അതുകൊണ്ട് ആ കുഞ്ഞിന് ദോഷം വരുത്തുവാനുള്ള എല്ലാ അവസരങ്ങളും അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. But we have to have that understanding, and we must be fearfully live in his presence. എങ്കിലും നമുക്ക് ആ തിരിച്ചറിവ് ഉണ്ടായിരിക്കണം, നാം അവന്റെ സന്നിധിയിൽ വളരെ ഭയത്തോടെ ജീവിക്കണം. And not only that, he looks into our heart and he reads each and every smallest detail every moment. അതുമാത്രമല്ല, അവൻ നമ്മുടെ ഹൃദയങ്ങളെ നോക്കിക്കൊണ്ട് അതിൽ ഏറ്റവും ചെറിയ വിവരണങ്ങൾ പോലും എപ്പോഴും വായിച്ചുകൊണ്ടേയിരിക്കുന്നു. In the book of Jeremiah chapter
17:9 when we read, യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം നാം വായിക്കുമ്പോൾ, the heart is deceitful above all things and desperately wicked. Who can know it? Heart is deceitful above all things and desperately wicked. Who can know it? ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത് അത് ആരാഞ്ഞറിയുന്നവനാർ? I, the Lord, search the heart and try the reins, യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച്, and to give every man according to his ways and according to the fruit of his doing. ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. Everything he watches and he reads and he ponders to give reward in due time. തക്ക സമയത്ത് പ്രതിഫലം നൽകേണ്ടതിന് ഓരോ കാര്യവും അവൻ ശോധന ചെയ്ത് അവൻ പരീക്ഷിച്ച് അവൻ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. Many times we hide certain things in our heart. പലപ്പോഴും പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നാം മറച്ചു വെക്കുന്നു. And to our friends, relatives, family members, we hide so many things. നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നും നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്നും ഒക്കെയും പല കാര്യങ്ങളും നാം മറച്ചു വെക്കുന്നു. But reward will be given what is in our heart, not according to how we pretend before others. എങ്കിലും നമുക്ക് പ്രതിഫലം നൽകപ്പെടുന്നത് നാം എപ്രകാരം മറ്റുള്ളവരുടെ മുൻപിൽ അഭിനയിച്ച് കാണിക്കും എന്നതിന് ആസ്പദമാക്കി ആയിരിക്കുകയില്ല. How we lived before God with pure conscience. നാം എപ്രകാരം ദൈവത്തിന്റെ ദൈവത്തിന് മുൻപാകെ നാം നിർമ്മല മനസാക്ഷിയോടെ ജീവിച്ചു എന്നതിനനുസരിച്ചായിരിക്കും. In Mark the Gospel chapter 7 verse 20 onwards when we read, മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, here we can read about what all the things comes out of man's heart and defileth him. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ പുറപ്പെട്ടു വന്ന് അവനെ അശുദ്ധനാക്കുന്നു എന്നതിനെ കുറിച്ച് നാം വായിക്കുന്നു. And that which cometh out of man, that defileth the man. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. That from within out of the heart of man proceed evil thoughts, adulteries, fornication, murders. അകത്ത് നിന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, and thefts, covetousness, wickedness, disease, lasciviousness, and evil eye, and blasphemy, pride, and foolishness. മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. All these evil things come from within and defile the man. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. When we are in a spiritual mode, നാം ഒരു ആത്മീകമായ ഒരു മണ്ഡലത്തിലായിരിക്കുമ്പോൾ, when we have revival in our life, നമ്മുടെ ജീവിതത്തിൽ ഒരു ഉണർവുള്ളപ്പോൾ, our continual prayer, തുടർച്ചയായ പ്രാർത്ഥന, and fasting, ഉപവാസം, and close walk with God, ദൈവത്തോട് ഏറ്റവും ചേർന്ന ഒരു നടപ്പ്, if 6 months or 16 months we won't understand these things are in our life. 6 മാസമോ 16 മാസമോ ഈ കാര്യം നിങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് പോലും നാം മനസ്സിലാക്കിയില്ല. When we become spiritual, നാം ആത്മീകരായി തീരുമ്പോൾ, when our life become disciplined one, നമ്മുടെ ജീവിതം വളരെ അച്ചടക്കത്തിലായി തീരുമ്പോൾ, when we start feeling the presence of God, ദൈവ സാന്നിധ്യത്തെ നാം തിരിച്ചറിയുവാൻ തുടങ്ങുമ്പോൾ, when abundance of grace when we feel, നാം ദൈവത്തിന്റെ കൃപയുടെ സമൃദ്ധി അനുഭവിക്കുമ്പോൾ, immediately we come to that conclusion, all these things have gone from me. ഉടനെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെയും എന്നെ വിട്ട് മാറിപ്പോയി. And generally we come to that conclusion, nothing is there. I am totally clean. I am upright. I am perfect. സാധാരണയായി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല, ഞാൻ നേരായിരിക്കുന്നു, ഞാൻ വളരെ ശുദ്ധനായിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു. And we start wondering about, oh, once I was so wicked. See, now my life is so different. ഒരു കാലത്ത് ഞാൻ എത്രയോ ദുഷ്ടനായിരുന്നു, ഇപ്പോൾ എന്റെ ജീവിതം പാടെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് നാം ആശ്ചര്യപ്പെടുന്നു. I had evil thoughts. എനിക്ക് ദുശ്ചിന്തയുണ്ടായിരുന്നു, evil desires, ദുരാഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. and all these things were manifesting once and again. ഇതൊക്കെയും വീണ്ടും വീണ്ടും എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വന്നുകൊണ്ടിരുന്നു. But now I am different. എങ്കിലും ഇപ്പോൾ ഞാൻ വ്യത്യസ്തനായിരിക്കുന്നു. But when you think like that, എങ്കിലും നാം അപ്രകാരം ചിന്തിക്കുമ്പോൾ, on that day these thoughts once again start arising in your life. ആ ദിവസം വീണ്ടും ഈ ചിന്ത ഒരിക്കൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നു വരും. From that day once again you can feel some distortion or disturbance in your life. ആ നാൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ചില കുഴപ്പങ്ങൾ വീണ്ടും നിങ്ങൾക്ക് അനുഭവിപ്പാനിടയാകുന്നു. And then you are wondering, 16 months or 3 years I get perfect freedom. Why once and again this is coming? അപ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും, 16 മാസം 3 വർഷം ഒക്കെയും എന്റെ ജീവിതത്തിൽ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുവല്ലോ, ഇപ്പോൾ എങ്ങനെ ഇത് കടന്നു I വന്നിരിക്കുന്നു? had no trouble in this area. All of a sudden I am getting. ഈ തുറയിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴിതാ പെട്ടെന്ന് ഇത് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. Some are saying, brother, I had perfectly had freedom in my on this character last 5 years, 10 years. All of a sudden I am facing trouble in this area. Why?
ചില സഹോദരങ്ങൾ ഇപ്രകാരം ചോദിക്കും, സഹോദര, എന്റെ ജീവിതത്തിൽ 5 വർഷം 10 വർഷമൊക്കെയും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, ഇക്കാര്യങ്ങളിലൊക്കെയും എനിക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, സ്വാതന്ത്ര്യമായിരുന്നു, എങ്കിലും ഇപ്പോൾ ഇത് എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കടന്നു വരുന്നു? When we want to become holy, that time these things which is in our heart, before the flames of fire that manifest and it comes out. നാം വിശുദ്ധരായി തീരുവാൻ ആഗ്രഹിക്കുമ്പോൾ ഈ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ, മറഞ്ഞിരിക്കുന്ന സ്വഭാവങ്ങൾ ആ അഗ്നിജ്വാലയ്ക്ക് മുൻപിൽ അതൊക്കെയും പ്രത്യക്ഷപ്പെടുന്നു. Our character, it is hiding somewhere. It must come out and it must go away from our life. നമ്മുടെ ജീവിതത്തിലുള്ള ഈ സ്വഭാവങ്ങൾ അത് എവിടെയോ ഒളിഞ്ഞ് മറഞ്ഞു കിടക്കുന്നു. അതൊക്കെയും പുറത്തു വന്ന് അതൊക്കെയും നമ്മെ വിട്ടു പോകേണ്ടിയിരിക്കുന്നു. And when it come out, then only we understand these the type of things I was maintaining in my life all these years. അത് പുറത്തേക്ക് വരുമ്പോഴാകുന്നു നാം തിരിച്ചറിയുന്നത്, ഇപ്രകാരമുള്ള സ്വഭാവങ്ങളൊക്കെയും എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും നാളുകൾ ഒളിച്ച് മറച്ച് വെച്ചുകൊണ്ടിരുന്നു. After I became so senior servant of God, yet this kind of thing, weakness is in my life. ഇത്രയും മുതിർന്ന ഒരു സുവിശേഷ വേലക്കാരനായിട്ടും എന്റെ ജീവിതത്തിൽ ഈ ബലഹീനത തുടർന്നുകൊണ്ടിരിക്കുന്നു. Dear children of God, പ്രിയ ദൈവമക്കളെ, before these eyes we are living at all times. ഈ കണ്ണുകൾക്ക് മുൻപിലാകുന്നു നാം എപ്പോഴും It ജീവിച്ചുകൊണ്ടിരിക്കുന്നു. is like a flame of fire. അത് അഗ്നിജ്വാലയ്ക്ക് ഒത്തത്. And what Hagar told, ഹാഗാർ എന്ത് പറഞ്ഞു? thou art the Lord that seeth me. എന്നെ കാണുന്നവനെ ഞാൻ കണ്ടു. And what God told unto the people of Israel, ഇസ്രായേൽ ജനത്തോട് ദൈവം എന്ത് പറഞ്ഞു? I have seen by taskmaster how much trouble you endured. ഊഴിയവേലക്കാരാൽ നിങ്ങൾ അനുഭവിച്ച ആ കഷ്ടങ്ങളൊക്കെയും ഞാൻ കണ്ടു. Therefore I have come down. അതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. And unto Hezekiah God told, ഹെസ്കിയേലിനോട് ദൈവം ഇപ്രകാരം പറഞ്ഞു. and he turned his face toward wall and he cried. അവൻ ചുമരിന് നേരെ തന്റെ മുഖം തിരിച്ച് താൻ കരയുകയായിരുന്നു. Being a king, he could not show his face to others while he was crying. ഒരു രാജാവായിരുന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നേരെ മുഖം തിരിച്ച് തനിക്ക് കരയുവാൻ നിവൃത്തിയില്ലായിരുന്നു. But he turned toward the wall and cried. God saw that tears also. എങ്കിലും ചുമരിന് നേരെ അവൻ മുഖം തിരിച്ച് അവൻ കരഞ്ഞു. ആ കണ്ണുനീരും ദൈവം കണ്ടു. And Jacob, he deceived his brother, deceived his father, and he went to Laban's house. യാക്കോബ് തന്റെ പിതാവിനെ വഞ്ചിച്ച് താൻ ലാബാന്റെ ഗൃഹത്തിലേക്ക് കടന്നുപോയി. And there Laban cheating him. അവിടെ ലാബാൻ തന്നെ വഞ്ചിച്ചു. And 10 times changed his wages. 10 വട്ടം അവന്റെ കൂലിക്ക് മാറ്റം വരുത്തി. And whatever he desired, it was not given. അവൻ ആഗ്രഹിച്ചതൊന്നും അവന് കൊടുത്തില്ല. And what God told? ദൈവം എന്ത് പറഞ്ഞു? I have seen what Laban did unto you. ലാബാൻ നിന്നോട് ചെയ്തത് ഞാൻ കണ്ടു. I have seen all your toil. നിന്റെ സകല കഷ്ടവും ഞാൻ കണ്ടു. So we have to understand whether it is small or great, whether it is good or evil, whether it is our benefit or whatever it may be. He is watching very detailed way. One day he will say, what you did or what you are afflicted, that I have seen. അതുകൊണ്ട് നാം വളരെ വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചത് ഏറ്റവും ചെറുതോ വലുതോ, നന്മയോ തിന്മയോ ഗുണമോ ദോഷമോ എന്തുതന്നെയായാലും വളരെ 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 കുലങ്കുഷമായി അവനത് കണ്ടുകൊണ്ടേയിരിക്കുന്നു. One day he will say that. ഒരു ദിവസം അവനത് പറയും, On that day you did like that. നീ ആ ദിവസം അങ്ങനെ ചെയ്തു. Or others did their same evil unto you. അല്ലെങ്കിൽ മറ്റുള്ളവർ ആ ദോഷം നിനക്കന്ന് ചെയ്തു. One brother, he prayed to see Jesus for 7 years. ഒരു സഹോദരൻ യേശുവിനെ കാണുവാനായി 7 വർഷം I heard പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. the testimony. ഞാൻ ആ സാക്ഷ്യം കേട്ടു. He prayed like anything. താൻ വളരെ ശക്തിയോടെ പ്രാർത്ഥിച്ചു. As days were passing by, ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ and he became so mad after that. താൻ അതിന് പിന്നാലെ ഭ്രാന്തനായി തീർന്നു. Anyhow I have to see. എങ്ങനെയെങ്കിലും എനിക്ക് കാണണം, Anyhow I have to see. വല്ല വിധേനയും എനിക്ക് കാണണം. 7th year. 7ാം വർഷം. And almost like mad. താൻ ഏകദേശം ഭ്രാന്തനായി. And every time he used to say, I have to see you. ഓരോ തരം പ്രാവശ്യവും താൻ പറയും, എനിക്ക് കാണണം. Finally he told, അവസാനമായി താൻ പറഞ്ഞു, if you don't show yourself, take me away. നിന്നെ എന്നെ കാണിക്കുന്നില്ല എങ്കിൽ എന്നെ എടുത്തു കളയുക. I am ready to die. I don't want to live in this. ഞാൻ മരിപ്പാൻ ഒരുക്കമായിരിക്കുന്നു, എനിക്ക് അങ്ങനെ ജീവിക്കേണ്ട. And that time God appeared. ആ സമയത്ത് ദൈവം തനിക്ക് പ്രത്യക്ഷനായി. And God told all the 7 years how he prayed. ഈ 7 വർഷവും താൻ എപ്രകാരം പ്രാർത്ഥിച്ചു എന്ന് ദൈവം തന്നോട് പറഞ്ഞു. Whole night God spoke to him. മുഴു രാത്രിയും ദൈവം തന്നോട് സംസാരിച്ചു. And one by one, from when he started asking it, how he asked, and what all the things happened in his life, everything God displayed before him. ഓരോന്നോരോന്നായി എപ്രകാരം അവൻ എന്നാകുന്നു അവൻ യാചിപ്പാൻ ആരംഭിച്ചത്, എപ്രകാരമാകുന്നു അവൻ യാചിച്ചത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോന്നോരോന്നായി അവന്റെ മുൻപിൽ പ്രദർശിപ്പിച്ചു. And why God was delaying, for that also God was giving answer. എന്തുകൊണ്ട് ദൈവം അത് താമസിപ്പിച്ചു, അതിനും ദൈവം ഉത്തരം പറഞ്ഞു. Dear brother, dear sister, nothing is hiding from his eyes. Everything is noted in his book.
പ്രിയ സഹോദരി, ഒന്നും അവന്റെ മുൻപിൽ മറഞ്ഞിരിക്കുന്നില്ല, എല്ലാം അവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. Every moment is described in his book. ഓരോ ക്ഷണത്തിലുമുള്ള കാര്യങ്ങളൊക്കെയും അവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. Thirdly, മൂന്നാമതായി, his feet was likened to a fine brass. അവന്റെ പാദങ്ങൾ വെള്ളോട്ടിന് സദൃശ്യമായിരുന്നു. And as if they burn in a furnace. അത് ഉലയിൽ ചുട്ട് പഴുപ്പിച്ച കാൽ പോലെയായിരുന്നു. And when he saw Jesus, it was like his feet was like a fine brass. അവൻ യേശുവിനെ കണ്ടപ്പോൾ അവന്റെ കാല് ഉലയിൽ ചുട്ട് പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. It was shining like brand new brass. Now it is taken out of fire. അത് ഇപ്പോൾ തീയിൽ നിന്നെടുത്ത വെങ്കലത്തിന് സദൃശ്യമായിരുന്നു. It is more brighter than brass or gold. In such a way, it is that radiance is coming. അത് വെള്ളോട്ടിനെക്കാളും പൊന്നിനെക്കാളും ഒക്കെയും വളരെ ശോഭയേറിയതായിരുന്നു. അതുപോലെയുള്ള പ്രകാശമായിരുന്നു അതിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. Do you know what it signifies? അത് എന്തിനെ കുറിക്കുന്നു നിങ്ങൾക്കറിയുമോ? Dear child of God, it signifies a great truth. പ്രിയ ദൈവത്തിൽ അതിൽ ഏറ്റവും വലിയൊരു സത്യത്തെയാകുന്നു പറയുന്നത്. He is tempted in all points. അവൻ സകല തുറകളിലും പരീക്ഷിക്കപ്പെട്ടവൻ, yet sinless. എങ്കിലും പാപമില്ലാത്തവൻ. He is ready to help those who are encountering any type of trial. ഏത് തരത്തിലുള്ള പരീക്ഷയും നേരിടുന്നവരെ സഹായിപ്പാൻ അവൻ ഒരുക്കവുമായിരിക്കുന്നു. Because already his feet, it has gone through fire. എന്തുകൊണ്ടെന്നാൽ അവന്റെ പാദം ഇപ്പോൾ തന്നെ തീയിൽ കൂടെ കടന്നുപോയി. Are you saying, I am alone going through fire? ഞാൻ മാത്രമാകുന്നു ഈ തീയിൽ കൂടെ കടന്നു പോകുന്നത് പറയുന്നു. I am encountering this sickness. ഈ രോഗം ഞാൻ അനുഭവിക്കുന്നു. I am encountering poverty. എനിക്ക് ഈ ദാരിദ്ര്യം നേരിടുന്നു. Or hunger, thirst. ഈ വിശപ്പും ദാഹവും, rejection and loneliness. ഈ തള്ളപ്പെടലും ഏകാന്തതയും. Dear child of God, പ്രിയ ദൈവത്തിലെ, Jesus encountered all sufferings in the 33.5 years time. ഈ കഷ്ടങ്ങളൊക്കെയും തന്നെ തന്റെ 33.5 വർഷത്തെ ആയുസ്സിൽ യേശു ഇത് അനുഭവിച്ചു. More than anyone else, he know what is hungry. ആരെക്കാളും ഉപരിയായി തനിക്ക് വിശപ്പെന്തെന്ന് അറിയാം. More than anyone else, he know what is thirsty. ആരെക്കാളും അധികമായി തനിക്ക് ദാഹമെന്തെന്ന് അറിയാം. Rejection, തള്ളപ്പെടൽ, reproach, നിന്ദ, shame, അപമാൻ, ലജ്ജ, pain, വേദന, agony, യാതന, burden, ഭാരം, and all these things, everything he knows very well. ഈ കാര്യങ്ങളൊക്കെയും അവന് നന്നായി അറിയാം. He had two faces. തനിക്ക് രണ്ട് മുഖങ്ങളുണ്ടായിരുന്നു. One is son of God. ഒന്ന് ദൈവപുത്രൻ. But another side, മറ്റൊരു ഭാഗത്ത് he was son of man. അവൻ മനുഷ്യപുത്രൻ. But when he encountered these things, എങ്കിലും ഇതൊക്കെയും അവൻ സഹിച്ചപ്പോൾ, as a son of man only he encountered. താൻ ഒരു മനുഷ്യപുത്രനായിട്ടത്രേ സഹിച്ചത്. And that's why he know what is hungry. അതുകൊണ്ട് വിശപ്പെന്തെന്ന് അവൻ അറിയാം. And because he went through that, and his feet became brazen feet. എന്തുകൊണ്ടെന്നാൽ അവൻ അതിൽ കൂടെ കടന്നുപോയി അവന്റെ കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായി തീർന്നു. Because unto him this furnace was heated up not 7 times, even 700 times more than that. എന്തുകൊണ്ടെന്നാൽ അവന് ഈ ഉല പഴുപ്പിച്ചത് ചൂടാക്കിയത് 7 വട്ടമല്ല 700 വട്ടത്തിലധികമാകുന്നു. Unto Shadrach, Meshach, Abednego, ശദ്രക് മേശക് അബേദ്നെഗോവിന്, when they said we won't worship this image, ഈ രൂപത്തെ ഞങ്ങൾ വണങ്ങുകയില്ല, നമസ്കരിക്കുകയില്ല എന്ന് അവർ പറഞ്ഞപ്പോൾ, that furnace was heated up 7 times. ആ ചൂള 7 മടങ്ങ് അധികമായി അതിന്റെ ചൂട് വർദ്ധിപ്പിച്ചു. But for Jesus, എങ്കിലും യേശുവിന് it was not even 7 times. അത് 7 മടങ്ങായിരുന്നില്ല. Even not 700 times. അത് 700 മടങ്ങുമായിരുന്നില്ല. It was more than 7,000 times. അത് 7,000-ത്തിലും അധികമായിരുന്നു. Because from every direction he faced fire. എന്തുകൊണ്ടെന്നാൽ എല്ലാ ദിശയിൽ നിന്നും അവൻ തീ നേരിട്ടു. From his very birth, തന്റെ ജനനം മുതൽ തന്നെ, from the very childhood, തന്റെ ചെറുപ്പകാലം മുതൽ, in his very family or where he was brought up, അവന്റെ കുടുംബത്തിൽ അവൻ ജനിച്ച് വളർന്ന ആ സാഹചര്യത്തിൽ തന്നെ, in the very locality, അവന്റെ അതേ പ്രദേശത്ത്, amongst his disciples, അവന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ, everywhere he encountered fire. എല്ലായിടത്തും താൻ തീയെ നേരിട്ടു. Therefore, and it is written, his feet is like a fine brass. അതുകൊണ്ടാവുന്ന ഇപ്രകാരം എഴുതിയിരിക്കുന്ന അവന്റെ കാല് ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. Now he is ready to help those who are encountering any type of trouble. ഇപ്പോൾ ഏത് തരത്തിലുള്ള പരീക്ഷയും കഷ്ടവും നേരിടുന്നവരെ സഹായിപ്പാൻ അവൻ ഒരുക്കമായിരിക്കുന്നു. In Hebrews 7:25 when we read, എബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. He is able to save them to the uttermost that come unto God by him. He is able to save them to the uttermost. അവൻ പൂർണ്ണമായി രക്ഷിപ്പാൻ If പ്രാപ്തനത്രേ. anyone come to God through him, he
is ready to go to any extent and help. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർ ആര് തന്നെയായാലും അവരെ സഹായിപ്പാൻ അവൻ ഏത് അളവ് വരെയും പോകുവാൻ ഒരുക്കമത്രേ. In second chapter when we read, രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു, in 10th verse, for it became him of whom of all things and by whom are all things, in bringing many sons unto glory, to make the captain of salvation perfect through suffering. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാ നായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. For an example, ഉദാഹരണത്തിന് in heaven, സ്വർഗത്തിൽ there will be millions of people will go. കോടാനുകോടി ജനം പോകും. In all the millions, every person will face unique problem in the days to come. ഈ കോടാനുകോടി ജനവും അവരിൽ ഓരോരുത്തരും സവിശേഷമായ സമാനതകളില്ലാത്ത പ്രശ്നങ്ങളാകുന്നു നേരിടുക. Different sickness, പലതരത്തിലുള്ള രോഗങ്ങൾ, different burden, വ്യത്യസ്തമായ ഭാരങ്ങൾ. To answer all their problems, അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെയും ഉത്തരം നൽകേണ്ടതിന് in Jesus there must be solution. യേശുവിൽ തന്നെ അതിന് So ഉത്തരമുണ്ടായിരിക്കണം. what God the Father did, അതുകൊണ്ട് പിതാവാൻ ദൈവം എന്ത് ചെയ്തു? you go and see what is suffering, what is pain, what is agony, what is rejection, what is loneliness, what is privation. Therefore he was sent into this evil world and he encountered every problem. കഷ്ടത എന്ത്, വേദന എന്ത്, യാതന എന്ത്, ഉപദ്രവം എന്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഓരോരുത്തരുടെയും കാര്യങ്ങൾ അറിയേണ്ടതിന് നീ ഭൂമിയിലേക്ക് ചെല്ലുക. അതിന് ആ ഭാരങ്ങളൊക്കെയും അവന്റെ മേൽ വരുത്തുക. And therefore in verse 14 it is written, അതുകൊണ്ട് 14-ാം വാക്യത്തിൽ as എഴുതിയിരിക്കുന്നു, much as then the children are partakers of flesh and blood, he also himself likewise took part of the same, that through death he might destroy him that had the power of death, that is devil. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. Verse 18, he himself has suffered being tempted, he is able to succor them that are tempted. താൻ 18-ാം വാക്യത്തിൽ താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. We have a great high priest. നമുക്കൊരു ഏറ്റവും വലിയ മഹാപുരോഹിതനുണ്ട്. 4th chapter 15th verse he says, 4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ we have not a high priest which cannot be touched with the feeling of our infirmities, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, but was in all points tempted like as we are, yet without sin. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളത്. In Malayalam translation it is wrong. മലയാളത്തിൽ അത് In പരിഭാഷ Tamil ശരിയല്ല. and in English it is very nice. ഇംഗ്ലീഷിലും തമിഴിലും നന്നായി He എഴുതിയിരിക്കുന്നു. was tempted in all points. അവൻ സകലത്തിലും അവൻ പരീക്ഷിക്കപ്പെട്ടു. He was tempted with sin also. പാപത്തിലും അവൻ പരീക്ഷിക്കപ്പെട്ടു. Do you think he was tempted in sin? Tempted with sin? പാപം കൊണ്ടുവന്ന് അവനെ പരീക്ഷിച്ചില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? Only 3 things it is written in the word of God. 3 കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുള്ളൂ. And lust of the eye, lust of the flesh, pride of life. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. But he was tempted in all points from head to toe. എങ്കിലും പാദം മുതൽ നെറുക് വരെ അവൻ സകല തുറകളിലും പരീക്ഷിക്കപ്പെട്ടു. It is not an ordinary thing to be a glamour before audience. മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പ്രദർശന വസ്തുവായി തീരുക എന്നത് ഒരു എളുപ്പമുള്ള കാര്യമല്ല. In my batch there was a brother. എന്റെ ബാച്ചിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. And he was very having fair skin. തനിക്ക് വെളുത്ത തൊലിയുണ്ട്. And good education. നല്ല വിദ്യാഭ്യാസമുണ്ട്. Good family background. നല്ല കുടുംബ പശ്ചാത്തലം. Do you know how much temptation he faced? എത്ര പരിശോധന എനിക്ക് നേരിടേണ്ടി വന്നു എന്ന് നിങ്ങൾക്കറിയുമോ? Even in training center. പരിശീലന കേന്ദ്രത്തിലും. Many gave as if giving offering and came and gave and went. പലരും തനിക്ക് ഓഫറിംഗ് കൊടുക്കുന്ന പോലെ കൊടുത്തിട്ട് പോയി. And after that when he opened it was letter. അതിനുശേഷം അത് തുറന്നപ്പോൾ അതൊക്കെയും എഴുത്തുകളായിരുന്നു. This is my phone number, this is my address. You come, we can marry and live joyfully. ഇതെന്റെ ഫോൺ നമ്പർ ആകുന്നു, ഇതെന്റെ വിലാസമാകുന്നു, എന്നെ വിളിക്കുക, വരിക, നമുക്ക് വിവാഹം കഴിച്ച് ജീവിക്കാം. Why you have to do this ministry? എന്തുകൊണ്ട് എന്തിനു വേണ്ടി ഈ ശുശ്രൂഷ നിങ്ങൾ ചെയ്യണം? And one day he was telling everything. ഒരു ദിവസം താൻ ഇതൊക്കെയും പറഞ്ഞു. And I was taken into surprise. ഞാൻ വളരെയധികം ആശ്ചര്യപ്പെട്ടു പോയി. And when in training center itself, പരിശീലന കേന്ദ്രത്തിൽ തന്നെ, because it was just a glamoring phase, that's all. His ministry, it was not evident, and nothing he was not shining that time. But he had to face that much of temptation. താൻ വളരെയധികം ആകർഷണീയമായ പ്രകൃതി രൂപമുള്ളതിനാൽ തന്റെ ശുശ്രൂഷയൊന്നും അപ്പോൾ വെളിപ്പെട്ട് വന്നിരുന്നില്ല. എങ്കിലും തനിക്ക് അത്തരത്തിലുള്ള പരിശോധനകൾ കൂടെ പോകേണ്ടതായി വന്നു. When a servant of God, they become bit useful, there are a lot of things.
ഒരു സുവിശേഷ വേലക്കാരൻ ഉപയോഗപ്രദമായി തീരുമ്പോൾ പല കാര്യങ്ങളുണ്ട്. From 1,000 direction it comes. 1000 ദിശകളിൽ നിന്ന് അത് കടന്നു വരും. But he is overcoming by the grace of God. എങ്കിലും ദൈവത്തിന്റെ കൃപയാൽ അതിനെയൊക്കെയും If അതിജീവിക്കുന്നു. for just a human being that much of temptation means unto Jesus would have not come. ഒരു മനുഷ്യ ജീവിക്ക് ഇത്രത്തോളം പരിശോധനകൾ പരീക്ഷകൾ നേരിടേണ്ടി വരുന്നുവെങ്കിൽ യേശുവിന് ഇത് നേരിടേണ്ടി വന്നിട്ടില്ലയോ? He was fairer than 10,000s. അവൻ 10,000ങ്ങളിലും അതിസുന്ദരൻ. People, once they look into him, historian says, by seeing his face, after that, they never had a desire to remove their eyes from him, just they used to follow. ചരിത്രകാരന്മാർ പ്രകാരം പറയുന്നു, ഒരിക്കൽ ആളുകൾ ഒരിക്കൽ അവനെ നോക്കിയാൽ ഒരിക്കലും അവനിൽ നിന്ന് കണ്ണ് മാറ്റുവാൻ തോന്നുകയില്ല. അവർ കണ്ണ് നോക്കിക്കൊണ്ടേയിരിക്കും, അവനെ അനുഗമിച്ചുകൊണ്ടേയിരിക്കും. Therefore 3 days without eating and drinking, they were waiting and looking into his face and hearing his message. അതുകൊണ്ട് 3 ദിവസം തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ അവന്റെ മുഖം നോക്കിക്കൊണ്ട് തന്നെ അവർ അവനോടുകൂടെ ആയിരുന്നു. He was such an attractive figure. അത്രയ്ക്കും ആകർഷണീയമായ ഒരു വ്യക്തിത്വം. People tried to deceive him, tried to attack him. ആളുകൾ തന്നെ ആകർഷിക്കുവാൻ ശ്രമിച്ചു. He was tempted in all points. താൻ സകല തുറകളിലും പരീക്ഷിക്കപ്പെട്ടു. Now I cannot say, you cannot say, see, you have encountered this problem, I have encountered, therefore a mistake has come in my life. No one can say. അങ്ങേക്ക് ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നിട്ടില്ല, എങ്കിലും എനിക്കിത് നേരിടേണ്ടി വന്നു എന്നൊരു രീതിയിൽ ഒരിക്കലും നമുക്ക് അവന്റെ അടുത്ത് പറയുവാൻ I have seen hungry, you have not seen hungry. എനിക്ക് വിശന്നു, നിനക്ക് വിശന്നില്ല. Oh, I was in poverty without money. ഞാൻ ദാരിദ്ര്യത്തിലായിരുന്നു, എനിക്ക് പണമുണ്ടായിരുന്നില്ല. What Jesus will say? യേശു എന്ത് പറയും? Son, without money I walked this many days. മകനെ, പണമില്ലാതെ ഞാൻ ഇത്ര ദിവസം ഞാൻ Finally I had to pay money as a tax. Then I had to send my disciple to take it from fish mouth and I had to pay. അവസാനമായി കരം കൊടുക്കേണ്ടതായി വന്നു. അതിനുവേണ്ടി എന്റെ ശിഷ്യന്റെ അടുത്ത് പറഞ്ഞ് അത് മീന്റെ വായിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടതായി വന്നു. Yes, his feet is like a fine brass. It is burned with fire, or it is burned in furnace. He is ready to help anyone who is going through fiery furnace. അതെ, അവന്റെ കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന്റെ സദൃശ്യമാകുന്നു. ഇങ്ങനെയുള്ള അഗ്നിപരീക്ഷകൾ കൂടെ പോകുന്ന ആരെയും സഹായിപ്പാൻ അവൻ ഒരുക്കമത്രേ. Before reaching fiery furnace, he already reaches there. ഈ അഗ്നിപരീക്ഷ അഗ്നിചൂള നേരിടേണ്ടി വരുന്നതിന് മുൻപ് തന്നെ അവനതിൽ പരീക്ഷിക്കപ്പെട്ടു. Shadrach, Meshach, Abednego, before reaching there, he reached there. അവൻ അവിടെ ശദ്രക് മെശക് അബേദ്നെഗോ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അവൻ അവിടെ എത്തി. People of Israel went through wilderness. He alone, he also walking along with them. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ നടന്നുപോയി, അവനും അവരോട് കൂടെ നടന്നുപോയി. People of his disciples were in midst of ocean, facing wind and waves. That time he was also there. അവന്റെ ശിഷ്യന്മാർ കടലിൽ കാറ്റും കോളുമൊക്കെ നേരിട്ടുകൊണ്ടിരുന്നപ്പോൾ അവനും അവരുടെ കൂടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. In our problem or in our trials, in our adverse situation, very hot situation, already he is there. നമ്മുടെ പരീക്ഷകളിലും നമ്മുടെ സങ്കീർണ ഘട്ടങ്ങളിലും നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സമയങ്ങളിലൊക്കെയും അവൻ അവിടെ നേരത്തെ തന്നെ ഉണ്ട്. When we go to Jerusalem and Zion, നാം യെരുശലേമിലും സിയോനിലും ചെല്ലും, our feet also must be like the feet of Jesus. നമ്മുടെ കാലും യേശുവിന്റെ കാൽ പോലെ ഇരിക്കുകയാണ്. This human flesh, it is not going to stand there. ഈ മനുഷ്യ ശരീരം ഒരിക്കലും അവിടെ നിൽക്കുകയില്ല. This weak body, weak feet will not be stand there. ഈ ബലഹീനമായ കാലുകൾ, ബലഹീനമായ ശരീരം അവിടെ നിൽക്കുകയില്ല. Which overcome every trial and become overcomers with the breast and feet, they are going to stand there. എല്ലാ പരീക്ഷകളിലും നിലനിന്നുകൊണ്ട് എല്ലാ അഗ്നി പരീക്ഷകളും ജയിച്ച് ഈ വെള്ളോട്ടിന്റെ സദൃശമായ കാലുമായിട്ടാകുന്നു നിൽക്കുവാൻ പോകുന്നത്. And fourthly, നാലാമതായി, his voice was like the noise of many waters. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. This is another important thing. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. See, now here we are at 200 or 250. നോക്കുക, നാം ഇവിടെ 200-250 പേർ We are listening God's voice. നാം ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. To speak to you, I need microphone that the voice may reach to you. നിങ്ങളോട് സംസാരിക്കേണ്ടതിന് എനിക്ക് മൈക്രോഫോണിന്റെ ആവശ്യമുണ്ട്. ഈ ശബ്ദം നിങ്ങളുടെ അടുക്കൽ എത്തേണ്ടതിന്. By my own voice, I cannot reach to you. ഞാൻ എന്റെ സ്വന്തമായ ശബ്ദം മാത്രമേ ഉള്ളുവെങ്കിൽ ആ ശബ്ദം നിങ്ങളുടെ അടുക്കൽ So എത്തുകയില്ല. I depend on microphone. This mic system. അതുകൊണ്ട് മൈക്ക് സിസ്റ്റത്തെ ആശ്രയിക്കേണ്ടതായി വരുന്നു. Our God, നമ്മുടെ ദൈവം at the same time, ഒരേ സമയം 60 billion people he is talking with. 60 കോടി ജനങ്ങളോട് താൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. 600 കോടി ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. More than 600 crores of people in this world. 600 കോടി ജനത്തിലും അധികം ഈ ലോകത്തിലുണ്ട്. 700 or more than that. We don't know the exact
it is growing every day, isn't it? 700 കോടിയോളം ജനങ്ങളുണ്ട്. എത്രത്തോളം എന്ന് ശരിയായ കണക്കില്ല. He is speaking to them every day. അവൻ എല്ലാ ദിവസവും ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കും. Morning till evening he is speaking. രാവിലെ മുതൽ വൈകിട്ട് വരെ സംസാരിച്ചുകൊണ്ടിരിക്കും. And he is speaking through different means. അവൻ വിവിധ രീതികളിൽ സംസാരിക്കുന്നു. And therefore his voice is like a voice of many waters. അതുകൊണ്ട് അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. But we don't hear it. It is our mistake. നാം അത് കേൾക്കുന്നില്ല, നമ്മുടെ കുഴപ്പം. Being here, if you don't hear my voice, it is your mistake. എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ കുഴപ്പം. Like that, if we don't hear our voice of God, it is our mistake. ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അത് നമ്മുടെ കുഴപ്പം തന്നെയാണ്. In Psalms 50 when we read, 50-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, from the rising of the sun, അവൻ ഉദയം മുതൽ and unto the going down thereof, the mighty God, even the Lord, had spoken, and called the earth, and he speaks. ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. He is calling every day. അവൻ ഓരോ ദിവസവും വിളിക്കുന്നു. He is calling every moment. അവൻ ഓരോ ക്ഷണത്തിലും വിളിക്കുന്നു. You will have a question, brother, how can I understand? ഇപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായേക്കും, ഇത് എങ്ങനെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും? I will come to that, then you will understand. ഞാൻ അതിലേക്ക് കടന്നു വരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. Okay. He is calling from morning till evening. അവൻ രാവിലെ മുതൽ വൈകിട്ട് വരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. From January till December. ജനുവരി മുതൽ ഡിസംബർ വരെ. From birth to death. ജനനം മുതൽ മരണം വരെ. He is calling. അവൻ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. And through every means he is conveying his message. ഓരോ രീതിയിൽ കൂടെയും വിവിധ വഴികളിൽ കൂടെയും അവൻ തന്റെ ദൂത് അറിയിച്ചുകൊണ്ടിരിക്കുന്നു. In 29:3 when we read, 29:3 നാം വായിക്കുമ്പോൾ, here also it is written, ഇവിടെയും അത് എഴുതിയിരിക്കുന്നു, the voice of the Lord is upon the waters. ഇവിടെ യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. The God of glory thundereth. മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. The Lord is upon many waters. യഹോവ പെരുവെള്ളത്തിന് മീതെയായിരിക്കുന്നു. Yes, this water speaks of humanity, or that whole human race. Upon that his voice as a thunder it comes. ഈ വെള്ളം എന്നത് മുഴുവൻ മനുഷ്യ കുലത്തെയും കുറിക്കുന്നു. അവരുടെ മേൽ ഈ ശബ്ദം ഇടിമുഴക്കം പോലെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. Every day he cries. ഓരോ ദിവസവും അവൻ വിളിക്കുന്നു. In 19th chapter when we read, 19-ാം അധ്യായം നാം വായിക്കുമ്പോൾ, 1 to 6, heaven declare the glory of God, and the firmament showeth his handiwork. 1 മുതൽ 6 വരെ വായിക്കുമ്പോൾ, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. Day unto day uttereth speech, and night unto night showeth knowledge. പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് There കൊടുക്കുന്നു. is no speech, no language. ഭാഷണമില്ല, വാക്കുകളില്ല. Where their voice is not heard. ശബ്ദം കേൾപ്പാനുമില്ല. Their line is gone out throughout all the earth. ഭൂമിയിൽ എല്ലായിടവും അതിന്റെ അളവ് നൂലും. And their words to the end of the world. ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചെല്ലുന്നു. Yes, his voice is going to even to the corner, nook and corner. അതേ, അവന്റെ ശബ്ദം എന്നത് അവന്റെ അറ്റത്തോളം ഏറ്റവും ചെറിയ മൂലകളിലും ചെല്ലുന്നു. Unto a smallest babe also he speaks. ഏറ്റവും ചെറിയ തിരമാലയോടും ഏറ്റവും ചെറിയ ശിശുവിനോടും അവൻ സംസാരിക്കുന്നു. Unto every person, every moment he speaks. ഓരോ നിമിഷവും ഓരോ ക്ഷണത്തിലും അവൻ സംസാരിക്കുന്നു. What we desire, നാം എന്താഗ്രഹിക്കുന്നു? like a human being, ഒരു മനുഷ്യനായി, as I am hearing from this speaker, he must speak to me. ഈ സ്പീക്കറിൽ കൂടെ ഞാൻ കേൾക്കുന്നത് പോലെ എനിക്ക് കേൾക്കണം. And I must feel his sound and feel that personality, then one day I will believe. ഞാൻ അവന്റെ ശബ്ദം എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയണം, അവന്റെ ആളത്വം അറിഞ്ഞ് ഞാൻ അവനെ ഗ്രഹിക്കണം. And otherwise I won't. അതല്ല എങ്കിൽ ഞാനത് കണക്കാക്കുകയില്ല. But be a child of God. എങ്കിലും പ്രിയ ദൈവവേദലേ, our God voice is something different than human voice. നമ്മുടെ ദൈവത്തിന്റെ ശബ്ദം എന്നത് മനുഷ്യ ശബ്ദത്തെക്കാളും വ്യത്യസ്തമായിരിക്കുന്നു. Now listen carefully. ശ്രദ്ധയോടെ കേൾക്കുക. God's, as I told, his voice is like many waters. Truly it is like that. ദൈവ ശബ്ദം എന്നത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ തന്നെയാകുന്നു. അത് വാസ്തവം തന്നെ. In 1 Corinthians, 1 കൊരിന്ത്യർ എഴുതിയ ലേഖനത്തിൽ chapter 14, അതിന്റെ 14-ാം അധ്യായം 10th verse when we read, 10-ാം വാക്യം നാം വായിക്കുമ്പോൾ, there are, it may be, so many kinds of voices in the world, and none of them is without signification. ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്, അവയിൽ ഒന്നും തെളിവില്ലാത്തതല്ല. In Malayalam it is language, but in English, voices. There are many sounds in this world, but no sound is without signification or without meaning. മലയാളത്തിൽ ഭാഷകൾ എന്ന് എഴുതിയിരിക്കുന്നു, ഇംഗ്ലീഷിൽ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ലോകത്തിൽ വിവിധ ശബ്ദങ്ങളുണ്ട്, അവയിലൊന്നും തെളിവില്ലാത്തതല്ല. Now I will tell about few sounds, how God speaks to that. ഇപ്പോൾ ചില ശബ്ദങ്ങളെ കുറിച്ച് ഞാൻ പറയാം, ദൈവം എങ്ങനെ സംസാരിക്കുന്നു. Every morning bat sings, no? എല്ലാ പ്രഭാതത്തിലും പക്ഷികൾ കരയുന്നു. Every morning 5 o'clock.
എല്ലാ ദിവസവും വെളുപ്പിന് 5 മണിക്ക് We sing, oh, it makes noise. നാം ചിന്തിക്കുന്നത് വെറുതെ ശബ്ദമുണ്ടാക്കും. No, dear child of God. ഇല്ല പ്രിയ It ദൈവമേ, has a message. അതിനൊരു ദൂതുണ്ട്. This is the time to get up and praise God. ഇത് ഇപ്പോൾ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കേണ്ടതായ Oh, സമയം. fool, don't sleep. I am praising God. You also praise God. ഭോഷനെ, നീ കിടന്ന് ഉറങ്ങരുത്, നീ എഴുന്നേൽക്കുക, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ നീ സ്തുതിക്കുക. A morning to praise God. Praise God. See, we are praise God. We are feeble creatures without knowledge, but we are praising God. You have more understanding. Every good things with you, you have to praise God. ഏറ്റവും ബലഹീനമായ ജാതിയാകുന്നു ഞങ്ങൾ, എന്നിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നില്ല, നിങ്ങൾ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കേണ്ടതാകുന്നു എന്ന് പറയുന്നു. You are going to washroom. നിങ്ങൾ വാഷ്റൂമിൽ കടന്നു പോകുന്നു. You are opening trap. നിങ്ങൾ ടാപ്പ് തുറക്കുന്നു. Immediately water falls. ഉടനെ വെള്ളം വീഴുന്നു. And there is a sound. അപ്പോൾ അവിടെ ഒരു ശബ്ദമുണ്ട്. That sound also having meaning. ആ ശബ്ദത്തിനും ഒരു അർത്ഥമുണ്ട്. We, being water, we are coming down. Be humble yourself. Humble yourself. ഞങ്ങൾ വെള്ളമായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുന്നു, നിങ്ങളും നിങ്ങളെ തന്നെ താഴ്ത്തുക. Water falls, it speaks. വെള്ളം വീഴുന്നത് അത് സംസാരിക്കുന്നു. Water falls. വെള്ളച്ചാട്ടം സംസാരിക്കുന്നു. Though we are much water, we are humbling ourselves. You human being, you have to humble yourself. എത്രയോ അധികം വെള്ളമുണ്ടായിട്ടും ഞങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുക. You go and sit in your car and start your car. നിങ്ങൾ നിങ്ങളുടെ കാറിനകത്ത് പോയി കാറ് സ്റ്റാർട്ട് ചെയ്യുക. Without starting car or without sound, you cannot drive vehicle. ശബ്ദം കൂടാതെ ഒരിക്കലും നിങ്ങൾക്ക് വാഹനം ഓടിപ്പാൻ കഴിയുകയില്ല. And that sound comes. ആ ശബ്ദം വരുന്നു. What it speaks? അതെന്ത് പറയുന്നു? What it speaks? അതെന്താകുന്നു സംസാരിക്കുന്നത്? Without Holy Spirit, you cannot drive your spiritual vehicle. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടാതെ നിങ്ങളുടെ ആത്മീക വാഹനത്തെ ചലിപ്പിപ്പാൻ To കഴിയുകയില്ല. go ahead in spiritual life, kickstart your life with the anointing of the Holy Spirit. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ മുന്നേറി പോകേണ്ടതിന് നിങ്ങളുടെ ആത്മീക ജീവിതത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. If you live in the anointing of the Holy Spirit, then only press ahead. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിങ്ങൾ നടത്തപ്പെടുന്നുവെങ്കിൽ മാത്രമേ മുന്നേറി പോകുവാൻ കഴിയുകയുള്ളൂ. As all of a sudden engine car sees or stops, what it speaks? വളരെ പെട്ടെന്ന് എഞ്ചിൻ നിന്നു പോകുന്നു. അതെന്ത് If സംസാരിക്കുന്നു? Holy Spirit sees, everything will go off. പരിശുദ്ധാത്മാവില്ലെങ്കിൽ എല്ലാം നീങ്ങിപ്പോകും. You hear a knock on your door. നിങ്ങളുടെ വാതിലിൽ നിങ്ങൾ ഒരു മുട്ടലിന്റെ ശബ്ദം കേൾക്കുന്നു. How you are going and opening for strangers. നിങ്ങൾ മറ്റുള്ളവർക്ക് അപരിചിതർക്ക് വേണ്ടി വാതിൽ തുറന്നു You are കൊടുക്കുന്നു. spending hours together. നിങ്ങൾ മണിക്കൂറുകൾ What ചെലവഴിക്കുന്നു. that sound speaks of? ആ ശബ്ദം എന്തിനെ കുറിക്കുന്നു? Behold, I stand at the door and knock. ഞാൻ ഇതാ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, And open unto me. എനിക്ക് തുറന്നു തരിക. Dear child of God, in your kitchen, whistling sound comes, no? പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ അടുക്കളയിൽ ആ വിസിലിംഗ് ശബ്ദം വരുന്നു. And what it speaks? അതെന്ത് പറയുന്നു? I am ready. ഞാൻ ഒരുക്കമായിരിക്കുന്നു. Come, O Lord Jesus. കർത്താവേ വരണമേ. What it says? അതെന്ത് പറയുന്നു? It is inviting you. What you think? Oh, that dal is cooked or rice is cooked. I have to go and take it from there. അത് നിങ്ങൾ ക്ഷണിക്കുകയാകുന്നു. അത് ദാള് അതിപ്പോൾ പാചകം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അരി അത് പാചകം ചെയ്തിരിക്കുന്നു, അത് നിങ്ങളെ വിളിക്കുന്നു. We don't think about that and we simply take it and do our work and come back. നാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല. നാം അതെടുത്ത് നമ്മുടെ പ്രവൃത്തിയെ നാം തുടർന്നു പോകുന്നു. But what it speaks? എങ്കിലും അതെന്ത് സംസാരിക്കുന്നു? You must ready at all times. നീ എപ്പോഴും ഒരുക്കമായിരിക്കണം. And you must say, Come, O Lord Jesus. നീ എപ്പോഴും കർത്താവായ യേശുവേ വേഗം വരണമേ എന്ന് പറയണം. And everything, every noise have a signification. That is what the word of God says. ഓരോ ശബ്ദത്തിനും അതിന്റേതായ പ്രത്യേകതയും അതിന്റേതായ കാര്യങ്ങളും ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. Dear brother, dear sister. പ്രിയ സഹോദരാ, പ്രിയ സഹോദരി, Through how many ways our God is speaking to us? ഏതെല്ലാം വിധങ്ങളിൽ കൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. Let us close our eyes. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. Our God is living God. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം. His voice is mightier than many waters. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിലിനേക്കാളും ശക്തിയേറിയത്. No one can escape. ആർക്കും തെറ്റിയൊഴിവാൻ കഴിയുകയില്ല. No one can escape. ആർക്കും ഒഴിഞ്ഞു പോകുവാൻ കഴിയുകയില്ല. About Solomon, a scholar says he used to understand birds' voice and animals' language and even ants' language. ശലോമോനെ കുറിച്ച് ചരിത്രകാരന്മാര് പ്രകാരം, പണ്ഡിതന്മാരെ പ്രകാരം പറയുന്നു, തനിക്ക് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെയും ശബ്ദങ്ങൾ തനിക്ക് മനസ്സിലാക്കുമായിരുന്നു. He had that much wisdom. അത്രയ്ക്കും ജ്ഞാനം തനിക്കുണ്ടായിരുന്നു. God has given more wisdom than Solomon. ദൈവം നമുക്ക് ശലോമോനേക്കാളും അധികം ജ്ഞാനം നൽകിയിരിക്കുന്നു. Our God who is greater than Solomon, he is here. ശലോമോനേക്കാളും വലിയ ദൈവമാകുന്നു നമ്മുടെ ദൈവം. അവനിവിടെ You can also interpret and understand what it speaks and to rectify your life. അവൻ സംസാരിക്കുന്നത് എന്തെന്നറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ തിരുത്തുവാൻ നമുക്കും കഴിയും. Let us
close our eyes. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. How many times, how many thousands of times he spoke to us. എത്ര വട്ടം, എത്ര ആയിരം വട്ടം അവൻ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. Phone rang. That time also he tried to convey something. ഫോൺ ശബ്ദിച്ചപ്പോഴും അവൻ എന്തോ നമ്മോട് സംസാരിപ്പാൻ ശ്രമിച്ചു. What he tried to talk. അവൻ എന്താകുന്നു സംസാരിപ്പാൻ ശ്രമിച്ചത്? When I ask something, be ready to answer me. ഞാൻ എന്തെങ്കിലും നിന്നോട് ചോദിക്കുമ്പോൾ നീ ഉത്തരം പറവാൻ ഒരുക്കമായിരിക്കുക. Come and speak with me. എന്നോട് നീ വന്ന് സംസാരിക്കുക. Come and spend time with me. എന്നോടുകൂടെ നീ സമയം ചെലവഴിക്കുക. Word of God says every voice is having signification. ദൈവത്തിന്റെ വചനം പ്രകാരം പറയുന്നു, ഓരോ ശബ്ദത്തിനും അതിന്റേതായ പ്രാധാന്യമുണ്ട്. Let us ask the Lord. നമുക്ക് കർത്താവിനോട് Lord, യാചിക്കാം. from today onwards, കർത്താവേ, ഇന്നു മുതൽ let me discern every voice, Lord. ഞാൻ ഓരോ ശബ്ദവും തിരിച്ചറിയട്ടെ. Let me discern every voice, Lord. ഞാൻ ഓരോ ശബ്ദവും വിവേചിക്കട്ടെ. And let me wise enough to discern voice and humble myself, Lord. ഈ ശബ്ദങ്ങളൊക്കെയും വിവേചിച്ചുകൊണ്ട് ഞാൻ താഴ്മ പഠിക്കട്ടെ. Oh, you are the having voice like many waters, and you are speaking to me, but I just ignore hitherto. But hereafter, let me wise enough, Lord. അങ്ങയുടെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാകുന്നു. അത് മുഴങ്ങിക്കൊണ്ടേയിരുന്നു എങ്കിലും ഇതുവരെ ഞാനത് അവഗണിച്ചു. എങ്കിലും ഇനിമേലാൽ ഞാൻ ജ്ഞാനിയായി Let തീരട്ടെ. us surrender ourselves. May the Lord help us all. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അമ്പരമീതിലെന്നേശുമാളന്റെ കോമളരൂപം കണ്ടിടുവാൻ, അമ്പരമീതിലെന്നേശുമാളന്റെ കോമളരൂപം കണ്ടിടുവാൻ, കാത്തിരിക്കുന്ന ആകാംക്ഷയോടെ ഇഹത്ത് ഞാൻ തൻവരവെന്നാശയേ, കാത്തിരിക്കുന്ന ആകാംക്ഷയോടെ ഇഹത്ത് ഞാൻ തൻവരവെന്നാശയേ. ഞാൻ കാണുമേ എന്റെ കാന്തനെ, വേഗം ചേർത്തിടുമേ അവൻ സന്നിധോ, അന്നു തീരുമേ എന്റെ ക്ലേശങ്ങൾ, നിത്യവാഴ്ചയും ഞാൻ പ്രാപിക്കുമേ. ഞാൻ കാണുമേ എന്റെ കാന്തനെ, വേഗം ചേർന്നിടുമേ അവൻ സന്നിധോ, അന്നു തീരുമേ എന്റെ ക്ലേശങ്ങൾ, നിത്യവാഴ്ചയും ഞാൻ പ്രാപിക്കുമേ. ഞാൻ കാണുമേ എന്റെ കാന്തനെ, വേഗം ചേർന്നിടുമേ അവൻ സന്നിധോ, അന്നു തീരുമേ എന്റെ ക്ലേശങ്ങൾ, നിത്യവാഴ്ചയും ഞാൻ പ്രാപിക്കുമേ. ഞാൻ കാണുമേ എന്റെ കാന്തനെ, വേഗം ചേർന്നിടുമേ അവൻ സന്നിധോ, അന്നു തീരുമേ എന്റെ ക്ലേശങ്ങൾ, നിത്യവാഴ്ചയും ഞാൻ പ്രാപിക്കുമേ. ഞാൻ കാണുമേ എന്റെ കാന്തനെ, വേഗം ചേർന്നിടുമേ അവൻ സന്നിധോ, അന്നു തീരുമേ എന്റെ ക്ലേശങ്ങൾ, നിത്യവാഴ്ചയും ഞാൻ പ്രാപിക്കുമേ. Amen, amen. Rabana sakatu rabana, rabana rabakarabatri bikaraboshanabana. Amen, hallelujah. Rabakatu raboshanabana, rabana rabakarabatri rabana bikadere. Amen, amen. Rabana shanabakatu rabana. Stotra, 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 stotra. Amen, amen. Amen, 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 amen.
Amen. Amen. Amen. Stotra, stotra. Rava, rava, katera, katera, vashana, varadere. Rava, 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 karava, rava, 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 karava, rava, rava, ribi, katera, varadere. Rava, 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 kashana, katera, varadere. Rava, 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 katera, vashana, varadere. Amen. 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 About as it is written, it despises the voice of city. കഴുതിയെക്കുറിച്ച് പ്രകാരം എഴുതിയിരിക്കുന്നു, പട്ടണത്തിന്റെ ശബ്ദത്തെ അത് ത്യജിച്ചു കളയുന്നു. It doesn't understand its voice. അതിന്റെ നഗരത്തിന്റെ ശബ്ദത്തെ അതിന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. We are not called as a foolish ash. നാം ആ ഭോഷത്വമുള്ള കഴുതിയെ പോലെയല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. Even the ass of Balak also understood the voice of God and the image of God. ബിലിയാമിന്റെ കഴുതിയും അവിടെയുള്ള ശബ്ദം മനസ്സിലാക്കി. Dear child of God, ദൈവവേദലേ, how much more we have to understand the voice of God. എത്രയധികം ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കണം. Let us look into his image. നാം അവന്റെ പ്രതിമയെ കാണാം. His head is like white like wool. അവന്റെ തലയിലെ മുടി അത് പഞ്ഞിനൂൽ പോലെ ആകുന്നു. His eye is like a flame of fire. അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്തവണ്ണം. His feet like a fine brass. അവന്റെ കാൽപാദങ്ങൾ വെള്ളോടിന്റെ സദൃശ്യം. His voice was like a noise of many waters. അവന്റെ ശബ്ദമോ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. From before that we cannot escape. അതിനു മുൻപായി നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. So let us look into that. Let us humble ourselves. അതിനെ നോക്കിക്കൊണ്ട് നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. Lord, you are speaking to me, but many times as a deaf adder, Lord, I lived in this life, Lord. കർത്താവേ, നീ പലപ്പോഴും എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എങ്കിലും ആ പൊട്ട അണലിയെ പോലെ ഞാൻ പലപ്പോഴും അതിനെ കാണാതെയിരുന്നു. Hereafter let me understand thy voice, Lord. ഇനി മുതൽ നിന്റെ ശബ്ദത്തെ ഞാൻ ഒന്ന് വിവേചിച്ചറിയട്ടെ. Lord, every now and then, Lord, you must speak to me, Lord. എല്ലായ്പ്പോഴും കർത്താവ് എന്നോട് സംസാരിക്കണമേ. Every voice there is a meaning. Let me understand it and live for thy glory, Lord. ഓരോ ശബ്ദത്തിനും ഓരോ അർത്ഥമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ എന്നെ സഹായിക്കണം. Lord, make me wiser than Solomon, Lord. കർത്താവേ, സൊലോമോനെക്കാളും എന്നെ Let ജ്ഞാനിയാക്കണമേ. your wisdom work in my life, Lord. നിന്റെ ജ്ഞാനം എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ. Let you be my head, Lord. നീ എന്റെ തലയായിരിക്കണമേ. Our glorified Christ, even this evening time, he appeared before us. Father, let's praise him. തേജസ്കരിക്കപ്പെട്ട യേശു നമുക്ക് ഇന്ന് സന്ധ്യാസമയം നമുക്ക് മുമ്പായി വെളിപ്പെട്ടതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Amen. To see his head and hair, God opened our eyes, Father, let's praise him. അവന്റെ തലയെയും തലമുടിയെയും കാണുവാനായി നമ്മുടെ ഹൃദയദൃഷ്ടിയെ അവൻ പ്രകാശിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. To see his eyes, which is like a flame of fire, and to admit our lives before him. God opened our eyes, Father, let's praise him. അഗ്നിജ്വാലയ്ക്കൊത്ത് കണ്ണുള്ള ദൈവം കർത്താവിന്റെ കണ്ണുകൾ കണ്ടുകൊണ്ട് അവന് മുൻപായി നമ്മെ തന്നെ സമർപ്പിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. His feet is like a fine brass. അവന്റെ പാദങ്ങൾ വെള്ളോരിന്റെ സദൃശം. As it is burned in furnace. ഉലയിൽ ചുട്ട് വഴിപ്പിച്ചതുപോലെ. He is ready to help us in any adverse situation. ഏത് പ്രതികൂല സാഹചര്യത്തിലും നമ്മെ സഹായിപ്പാൻ അവൻ He was ഒരുക്കമാകുന്നു. tempted in all points, yet without sin. സകല തുറകളിലും അവൻ പരീക്ഷിക്കപ്പെട്ടു, എങ്കിലും അവൻ പാപമില്ലാതിരുന്നു. Dear child of God, he is ready to help us and to go with us to any extent. He lives for us. Father, let's praise him. നമ്മോടുകൂടെ ഏത് ദൂരം വരെയും പോകുവാനായി അവൻ നമ്മെ സഹായിപ്പാൻ ശക്തനാകിയാൽ ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Amen. His voice is like a voice of the noise of many waters. അവന്റെ ശബ്ദമോ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. Yes, he is speaking to everyone. എല്ലാവരോടും അവൻ സംസാരിക്കുന്നു. Through every voice he is speaking. ഓരോ ശബ്ദം മൂലമും അവൻ സംസാരിക്കുന്നു. From today onwards, ഇന്നു മുതൽ we are going to understand God's voice. ദൈവത്തിന്റെ ശബ്ദത്തെ വിവേചിച്ചറിവാൻ പോകുന്നു. God's language. ദൈവത്തിന്റെ ഭാഷ. God's
guidance, ദൈവത്തിന്റെ നടത്തിപ്പ്, God's counsel, ദൈവത്തിന്റെ ആലോചന it's going to manifest through every voice. ഓരോ ശബ്ദത്തിൽ കൂടിയും അത് വെളിപ്പെടുവാൻ പോകുന്നു. No, in this world, voice is without signification. ഈ ലോകത്തിൽ യാതൊരു ശബ്ദവും അതിന്റെ അർത്ഥമില്ലാതെയില്ല. Every voice have signification. ഓരോ ശബ്ദത്തിനും അതിന്റേതായ അർത്ഥമുണ്ട്. If you differentiate one by one, ഓരോന്നായി നാം വിവേചിച്ചറിയുന്നുവെങ്കിൽ finally, the trumpet sound we are going to hear. അവസാനമായി നാം കാഹള ശബ്ദം As a ശ്രവിക്കാൻ trumpet പോകുന്നു. sound we are not going to hear. നാം കാഹളം പോലെ അത് കേൾക്കുവാൻ പോകുന്നില്ല. As a calling we will hear it. നാം ഒരു വിളിയെ പോലെ അത് കേൾക്കുവാൻ In a പോകുന്നു. split second we will be transformed and go away. ഞൊടിയിടയിൽ നാം രൂപാന്തരപ്പെട്ട് പറന്നു പോകും. Yes, the trumpet sound will be a calling to us, fatherless all. Praise ആ God. കാഹളനാദം നമുക്കൊരു വിളിയായിരിക്കും. അതിനായി ചെറു സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Giving all glory, honor and praise to triune God and triune God only. Let's praise Him. ത്രിയേക ദൈവത്തിന് തന്നെ സകലമാനവും മഹത്വവും പുകഴ്ചയും കൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Our loving Savior, we praise and we thank you, Lord, for giving us this privilege to come to thy presence, Lord. Savior, Lord, we praise and we thank you, Lord, as you're expounding about the glorified Christ, my Jesus, Lord. We are going to be with you forever and ever in eternity with our glorified Christ. Therefore, Lord, while we are on this earth itself, Lord, help us, Lord, to have the vision of the glorified Christ, my Jesus, Lord. Yes, Lord, your eyes are like the flames of fire, Lord Jesus. Nothing is hidden to you. No creature is hidden to you, Lord. Everything is open. Everything is naked before your eyes, my Jesus, Lord. Hallelujah. Our down sitting, our uprising, our thoughts, our imaginations, our every detail of our heart and mind, our every step, Lord, everything, Lord, you are trying, my Jesus, Lord. Therefore, Lord, help us, Lord, to live a life acceptable in your sight, my Jesus, Lord. Hallelujah. Yes, Lord, you are tempted in all points like any human being, like Son of Man who came to this earth, Lord. Though you are sinless, you are tempted in all points, Lord. Therefore, you are able to help us in every situation, Lord. Help us, Lord, to overcome every temptation and become overcomers and become victorious, Lord Jesus, Lord. Hallelujah. Through many ways, Lord, you are conveying your message to us, Lord, through various voices, Lord, because thy voice is like a voice of many waters, Lord Jesus, Lord. Through nature, you are speaking to us, Lord. Through various voices, you are conveying your message to us, Lord. Help us, Lord, to discern your message, Lord. Finally, to hear the trumpet sound, Lord. Tune our ears, Lord, Savior, Lord. Hallelujah. To be with our God, with our Jesus in eternity forever and ever, with our glorified Christ, with our beautiful Christ, Lord. You are chiefest of 10,000s, Lord, to be with you, Lord. These days, help us, Lord, to live before you, Lord, before your eyes, Lord. Help us, Lord, to live before your countenance, Lord, that we may be with you forever and ever, Lord. Prepare us, Lord, to hear the trumpet sound, Lord. Once again, humble ourselves, Lord. Glorify thy name, Lord. In Jesus' name we pray. Amen. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Now may the grace of the Lord Jesus, the love of Father and the sweet fellowship of the Holy Spirit rest and abide with us all and with all the saints until Jesus Christ returns in His glory. Hallelujah. 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 Praise the Lord. May God bless you.